അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും സാമ്പത്തികമായി ഒരേ നിലയിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനാൽ മനുഷ്യരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പലർക്കും ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല ഈ വിഷയം പല സ്ഥലങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. വല്ലാഹു ഫല്ലല ബഅദകും അലാ ബഅദിൻ ഫീ റിസ്ഖ്, സൂറത്തുൽ നഹ്ലിലെ 71-ാമത്തെ വചനം. അതുപോലെ അൻആമിലെ സൂറത്തുൽ അൻആമിന്റെ 165-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്, വറഫഅ ബഅദഹും ഫൗക ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലാഹു തആല റിസ്ഖ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും പലരും പല നിലയിലാണുള്ളത്. ഒരുപക്ഷെ സമ്പത്ത് കുറഞ്ഞയാള് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നൽകുന്ന ആ റഹ്മത്ത്, അവൻ തരുന്ന ആ ഒരു ഐശ്വര്യം, അതെത്രയാണോ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവൻ വിജയിയായി മാറുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. അല്ലാഹു തആല എന്ത് കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ടോ, അത് വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും, അത് അല്ലാഹു തആല അവന്റെ കിതാബിൽ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്താണോ അതുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആർത്തി പാടില്ല. അല്ലാഹു തആല എന്താണോ നൽകിയിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം, സംതൃപ്തി അഥവാ ഖനാഅത്ത്. മഹാന്മാരായ ഇമാമിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കളുടെ മാർഗത്തിൽ ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് അവിടുത്തെ അദ്കിയായി പറയുന്നുണ്ട്, അയാൾക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണം ഖനാഅത്താണ്. അല്ലാഹു തആല നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ അല്ലാഹു തആല നൽകിയതിൽ തൃപ്തിപ്പെടാതെ ജീവിക്കുക എന്നുള്ളതല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതം എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും മതിയാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടി. സ്വർണമാണ് ആ താഴ്വര നിറയുള്ളത്. അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്തത് അവൻ ആഗ്രഹിക്കും. അത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അടുത്തത് അവൻ ആഗ്രഹിക്കും. ഇനി അവന്റെ ആ ആഗ്രഹം തീരണമെങ്കിൽ അവൻ ഖബറിൽ പോയി കിടക്കണം. അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ജ്ഞാനപ്പാലയിൽ പൂന്താനം നമ്പൂതിരി പറയുന്നുണ്ട്, അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. മനുഷ്യന്റെ അവസ്ഥയാണ്, കിട്ടുന്നതോറും പിന്നെ പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യനുണ്ടാകും. ജ്ഞാനപ്പാലയിൽ പൂന്താനം നമ്പൂതിരി വളരെ സുന്ദരമായി മനുഷ്യന്റെ ഈ ഒരു അവസ്ഥയെ പറ്റി പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഈ സ്വഭാവത്തെ പറ്റിയിട്ട് തിരുനബിയുടെ സുന്ദരമായ ആ മഹിത ദർശനത്തിന്റെ മഹനീയമായ അംഗീകാരത്തിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യർ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത് അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹം അത് മതിയാകാതെ വീണ്ടും അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കടക്കെണി മൂലമാണ് പല ആളുകളും മരണപ്പെടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുങ്ങുന്ന സമയത്ത് കടം വാങ്ങുന്നതിനെ പറ്റിയില്ല. ഒരാൾക്ക് മറ്റൊരു മാർഗമില്ല, ജീവിക്കാൻ വേറെ മാർഗമില്ല, ചികിത്സിക്കാൻ പണമില്ല, മക്കളെ പഠിപ്പിക്കാൻ പണമില്ല, അതുപോലെ തന്നെ അന്നത്തിനുള്ള വകയില്ല,
ഈ ഒരു അവസരത്തിൽ ഒരു പക്ഷേ കടം വാങ്ങേണ്ടി വരും. അതേ സമയത്ത് കടം എന്ന് പറയുന്നത് അതൊരു തൊഴിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മഹാനായ മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തേക്ക് ഇങ്ങനെ നോക്കി, അവിടുത്തെ തല ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാണ്. ثم وضع راحته على جبهته ثم قال سبحان الله. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തല താഴ്ത്തി അവിടുത്തെ മുഖം വിവരണമാകാൻ തുടങ്ങി. എന്തോ വലിയ പ്രയാസം സംഭവിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ആ സമയത്ത് മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്തൊരു അവതരണമായിരുന്നു, വല്ലാത്തൊരു കാര്യമായിരുന്നു അവതരിച്ചത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതുമ്പുന്നത് കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, മാ ഹാദ തസ്ദീദുൽ ലദീ നുസില, എന്താണ് നബിയെ ഇത്രയും സംവീതമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങേ എത്തിച്ചത്? എന്താണ് നബിയെ, എന്താണ് ഇറങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ ഇപ്പോൾ വന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, فقال والذي نفسي بيده لو أن رجلا قتل في سبيل الله ثم أحيي ثم قتل ثم أحيي ثم قتل وعليه دين ما دخل الجنة حتى يقضى عنه دينه. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ളലുൽ ജിഹാദ്, അല്ലാഹുവിന്റെ അടുക്കലെ ദീനിന് വേണ്ടി പോരാടൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടലാണ്. അങ്ങനെ റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടി ഒരാള് ധീര മൃത്യു വരിച്ചു, ഷഹീദായി. അതിനുശേഷം അല്ലാഹു തആല മനുഷ്യന് പിന്നെയും ജീവൻ കൊടുത്തു. അയാൾ പിന്നെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി. അങ്ങനെ പിന്നെ അയാൾ മരണപ്പെടുകയാണ്, വീണ്ടും ജീവൻ കൊടുത്തു. അങ്ങനെ പലതവണ ആവർത്തിച്ചു. ആ മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വരുന്ന അവസ്ഥയെ പറ്റി സയ്യിദുൽ കായിനാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅലൈഹി ദൈനുൻ, കടത്തോടു കൂടിയാണ് നാളെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ വരുന്നത്. മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ലാ അൻഹു ദൈനുഹു, ആ കടത്തിന്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, കടം എത്ര ഗൗരവമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവതരണം കേട്ട മാത്രയിൽ തന്നെ അവിടുത്തെ മുഖം വിവരണമാവുകയാണ്, അവിടുന്ന് തേങ്ങുകയാണ്. ഇമാം നസായി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് ഈ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് കടം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, മരിച്ചു കഴിഞ്ഞ എല്ലാം തീർന്നുവെന്ന്. ചിലര് കടം വാങ്ങും എന്നിട്ടോ തിരിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ ചില ആളുകൾ കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ അങ്ങ് ചെയ്ത് കളയും. എന്നാ അറിയുമോ, ഹബീബ് റസൂലുള്ള പറയുകയാണ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ്, മമ്മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഒരാൾ മരിച്ചുപോയി, ആ മരിക്കുന്ന സമയത്ത് അയാൾ മറ്റുള്ളവർക്ക് ദിനാറ് കൊടുക്കാനുണ്ടായിരുന്നു, ദിർഹം കൊടുക്കാനുണ്ടായിരുന്നു. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് വരുന്ന സമയത്ത് അവിടെ ദിനാറുകളോ ദിർഹമോ ഇല്ല. അതുകൊണ്ട് ഈ മനുഷ്യന്റെ നന്മയിൽ നിന്നുകൊണ്ട് മറ്റേ ആൾക്ക് എടുത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ ചെയ്ത നിസ്കാരവും നോമ്പുണ്ടല്ലോ, കടം വീട്ടാൻ എന്ന് പോയി കഴിഞ്ഞാൽ ആ കടം കൊടുക്കാനുള്ള വ്യക്തിക്ക് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് വീതം വെച്ച് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഖ്ബർതുഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്ഉ ഫി സ്വലാത്തി വയഖൂലു അല്ലാഹുമ്മ
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമായിരുന്നു. ഒന്ന് പാപം പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട്, ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി ദ്വാരക്കുമായിരുന്നു. അതുപോലെ തന്നെ കടത്തിൽ നിന്നുകൊണ്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ട്, കടക്കെണിയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ നബി തങ്ങൾ ദ്വാരക്കുമായിരുന്നു. ഫഖാല ലഹു ഖായിലുൻ മാ അക്ഫറ മാ തസ്തഈദു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് പാപം പൊറുപ്പിക്കാൻ ദ്വാരക്കുന്നു എപ്പോഴും, അതോടൊപ്പം കടത്തിന് വേണ്ടിയിട്ട് എല്ലാ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് എന്തിനാണ് ദ്വാരക്കുന്നത് നബിയേ എന്ന് ഹബീബായ തങ്ങളോട് മഗ്‌റിബിനെ പറ്റി, കടത്തെ പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇന്ന റജുലൻ ഇദാ ഗരിമ ഹദ്ദഫ ഫകദബ വഅദ ഫഅഖ്ലഫ. ഒരു മനുഷ്യൻ കടം വാങ്ങി ആ മനുഷ്യന് കടം കൊടുക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരും, മറ്റുള്ളവരോട് അവധി പറയേണ്ടി വരും, അവസാനം കളവ് പറയേണ്ടി വരും. അയാള് കൊടുക്കാൻ കഴിയാതെ വരുമ്പോ, തന്റെ അഭിമാനം പിച്ച് ചീന്തപ്പെടുന്ന അവസ്ഥ വരുമ്പോ അയാൾ കളവ് പറയും, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ന്യായം പറയും. അതുപോലെ അയാൾ വാഗ്ദാനം ചെയ്യും, ഇന്ന ദിവസം തരാട്ടോ എന്ന് പറയും. പക്ഷേ അയാൾക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോ അയാൾ വാഗ്ദാനം ലംഘിക്കുന്നവനായി തീരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതുമ്പുകയാണ്. എല്ലാ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂല് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, പാപം പൊറുപ്പിക്കുവാനും കടത്തിനും വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ്, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ കടക്കാരനായി വരേണ്ട അവസ്ഥയെ പറ്റിയിട്ട് വളരെയധികം ഗൗരവത്തോടു കൂടിയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കടം വീട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കടം വാങ്ങുന്നതെങ്കിൽ റബ്ബ് തആല അതിനവന് വഴിയൊരുക്കുമെന്നാണ് തങ്ങൾ പറയുന്നു. മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഹ അല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹു അല്ലാഹ്. ഒരു മനുഷ്യൻ കൊടുത്തു വീട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ കൂടിയാണ് അയാൾ കടം വാങ്ങുന്നതെങ്കിൽ വീട്ടുവാനായിട്ട് അയാൾക്ക് വഴി അല്ലാഹു തആല കൊടുക്കുന്നതാണ്. നബി തങ്ങൾ പറയുന്നത് അല്ലാഹു അൻഹു എന്നാണ്. അല്ലാഹു തആല അവന് വേണ്ടി അത് കൊടുത്തു വിട്ടുമെന്നാണ്. റബ്ബ് തന്നെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കും. അതേ സമയത്ത് ഓമൻ ഇത്ലാഫഹ, ഒരു മനുഷ്യൻ വാങ്ങുന്ന സമയത്ത് തന്നെ ചിന്തിക്കാണ് അത് കൊടുക്കണ്ടെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു തആല അവനെ നശിപ്പിച്ചു കളയുമെന്നാണ് ഇതിൽ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നു. ഇനി ഒരാൾ കടം വാങ്ങി ദുർവിനിയോഗത്തിന് വേണ്ടിയാണ് അവൻ വാങ്ങിയിട്ടുള്ളത്, അവൻ ആവശ്യമില്ല, അവൻ ആഡംബരത്തിന് വേണ്ടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വാങ്ങിയിട്ടുള്ളതെങ്കിൽ, മകളുടെ കല്യാണം കോടികൾ ചെലവാക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ നടത്തിയിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാനാണ് അവൻ കോടികൾ കടം വാങ്ങുന്നതെങ്കിൽ വീട്ടാനുള്ള വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിച്ച് കളയുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കടം വീട്ടാനുള്ള ആൾക്ക് സാധിച്ചു, പക്ഷെ അയാൾ കടം വീട്ടിയില്ല, എന്നാൽ അയാൾ അക്രമിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീട്ടാൻ ഒരാൾ ആഗ്രഹിച്ച് കടം വാങ്ങിയാൽ അല്ലാഹു അവന് വഴി തുറന്നു കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബനൂ ഇസ്രായേലുകാരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്നുകൊണ്ട് 1000 ദിർഹം കടം വാങ്ങി. 1000 ദിർഹം കടം വാങ്ങിയിട്ട് ഇദ്ദേഹത്തിന് അത് വീട്ടാനുള്ള ഒരു വഴിയുമില്ല അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം വാങ്ങി അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ ഈ കടം വാങ്ങിയ സമയത്ത് അയാൾ ചോദിച്ചു, ഇതിനാരാണ് സാക്ഷിയുള്ളത്? പറഞ്ഞു, എന്റെ റബ്ബിനെ സാക്ഷിയാക്കിയിട്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. അപ്പൊ ചോദിച്ചു, ആരാണ് ജാമ്യം നിൽക്കുന്നത്? അതും സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, അവനെ ഞാൻ സാക്ഷി നിർത്തുന്നു, അവനെ ഞാൻ ജാമ്യം നിർത്തുന്നു. അങ്ങനെ അയാൾ 1000 ദിർഹം കടം വാങ്ങി. ഈ മനുഷ്യൻ ഒരു ദ്വീപിലേക്ക് യാത്ര പോവുകയാണ്. ദ്വീപിലേക്ക് യാത്ര പോയി കടം കൊടുക്കേണ്ട സമയമായി തിരിച്ചു വരാൻ നോക്കുമ്പോ കപ്പലില്ല, തിരിച്ചു വരാനുള്ള യാതൊരു വഴിയുമില്ല. പക്ഷെ കൊടുക്കാനുള്ള പൈസ ഇയാൾ സമാഹരിച്ചു വെച്ചിരുന്നു.
അങ്ങനെ 1000 ദിർഹം എടുത്തിട്ട് ഈ മനുഷ്യൻ ഒരു വിറകെടുത്തിട്ട് ആ വിറക് പൊളിച്ചു, എന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചു 1000 ദിർഹം നനയാത്ത രൂപത്തിൽ ഭദ്രമായി വെച്ചു. അതോടൊപ്പം തന്നെ ഒരു കത്തും, ഇന്ന വ്യക്തി ഇന്നയാൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ കപ്പൽ കിട്ടുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതാണ് ഇന്ന ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തരാമെന്ന്, പക്ഷേ എന്നെ കൊണ്ടത് സാധിക്കാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യൻ കടലിലേക്ക് വിറകും കഷണം വലിച്ചെറിഞ്ഞു. പണം കൊടുക്കേണ്ട സമയമായപ്പോ കപ്പലിൽ ആള് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൊടുത്തയാള് കടൽ തീരത്ത് വരികയാണ്. കടൽ തീരത്ത് ഇങ്ങനെ വന്നു നോക്കി, കപ്പല് കാണുന്നില്ല, നങ്കൂരമിടുന്ന യാതൊരു അവസ്ഥയും കാണുന്നില്ല. അപ്പോഴാണ് ഒരു വിറകൻ കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നത്. വീട്ടിൽ കൊണ്ടുപോയി വിറകായി ഉപയോഗിക്കാമല്ലോ, അടുപ്പിൽ തീ കത്തിക്കാൻ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ വിറകും കഷ്ണം എടുത്തിട്ട് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് പൊളിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കെട്ടിരിക്കുകയാണ്. കെട്ട് നോക്കുമ്പോ 1000 ദിർഹമുണ്ട്, അതോടൊപ്പം ഒരു കത്തുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കണേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോ റബ്ബിന്റെ സഹായം അവിടെ വരികയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് കഴിഞ്ഞിട്ട് യാത്ര ഈ മനുഷ്യൻ അദ്ദേഹം കപ്പൽ കിട്ടിയിട്ട് അവിടെ എത്തുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയിട്ട് മറ്റേയാള് പറയാണ്, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ തന്ന ആ പണം, നിങ്ങൾ കൊടുത്തയച്ച പണം കൃത്യസമയത്ത് തന്നെ എനിക്ക് കിട്ടി. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ട് അവനെ കടം വാങ്ങുന്ന സമയത്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അവൻ അല്ലാഹു തആല അതിനുള്ള വഴി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതല്ലെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യനെ കടം വാങ്ങി പക്ഷെ തിരിച്ചു തരാൻ കഴിയാത്ത ഒരു പ്രയാസമാണെങ്കിൽ അവന് വിട്ടുവീഴ്ച നൽകണം. മാമിൻ മുസ്ലിമിൻ യുക്രിമു മുസ്ലിമൻ ഖർവൻ മറത്തൈനി, ഒരാളെ 2 തവണ ഒരാൾക്ക് കടം കൊടുത്തു, എന്നാൽ നബിതങ്ങൾ പറയാണ്, ഇല്ലാ കാന കസ്വദഖതിഹാ മറ, ഒരു തവണ സ്വതക്കയായി കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഒരാളെ കടം വാങ്ങി, കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായി. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിലേക്ക് ചെന്നു. അയാൾ ഒളിച്ചിരുന്നു, കൊടുക്കാൻ പൈസയില്ല, എന്ത് പറയും? അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പോയി തിരിച്ചു വന്നു. രണ്ടാമത് വന്നപ്പോ ഈ മനുഷ്യൻ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ പെടുകയാണ്. അദ്ദേഹം കരഞ്ഞു, സഹോദര, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എനിക്ക് കടം തരാൻ യാതൊരു നിർവാഹവുമില്ല, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചു നിന്നതാണ് എന്ന് പറഞ്ഞപ്പോ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു തന്നെയാണോ നിങ്ങൾ സത്യം, നിങ്ങൾ പറയുന്നത് ശരിയാണോ? അപ്പൊ പറഞ്ഞു, അതെ, എല്ലാം കാണുന്ന റബ്ബിനെ തന്നെ മുൻനിർത്തി ഞാൻ പറയുന്നു, എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് വിതുമ്പുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മൻ സർറഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സർറഹു അയ്യുൻജിയഹു അല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമത്തി, ഒരാള് മറ്റൊരാളുടെ വിഷമം, ആ വിഷമം കണ്ടിട്ട് അയാൾക്ക് ഇളവ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ട് ഇളവ് ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ പൈസ തരണ്ട, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് മഹാനവറുകൾ പറയാണ്. ഇമാം മുസ്ലിം അവിടെ നിന്ന് രേഖപ്പെടുത്തുന്ന ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ കടമെന്ന് പറയുന്നത് വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണാം. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിവൃത്തിയില്ലെങ്കിൽ കടം വാങ്ങാം. ആയിഷ റളിയല്ലാഹു അൻഹ കടം വാങ്ങല് അധികരിപ്പിച്ച സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടം വാങ്ങേണ്ടതുണ്ടോ? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ റബ്ബിനെ മുൻനിർത്തിയിട്ടാണ് വാങ്ങുന്നത്, അതുകൊണ്ട് എന്റെ റബ്ബ്
എനിക്ക് അതിന്റെ വഴി തുറന്നു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്നുള്ള മനസ്സും വേണം, കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയും വേണം. പല ആളുകളും ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോകുന്നത് കടക്കടി മൂലമാണ്. ആ കടങ്ങൾ പല ആളുകളും സ്വന്തമായി വരുത്തി വെക്കുന്നതാണ്. തനിക്ക് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ തൃപ്തരാകാതെ ആർത്തി കൂടുന്ന സമയത്ത് മനുഷ്യരെ അത്തരത്തിൽ ലോണുകൾ എടുക്കുന്നു, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പല കാര്യങ്ങൾക്കും ലോൺ എടുത്തിട്ട് കടം വാങ്ങിയിട്ട് അവസാനം അത് വീട്ടാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളൊക്കെ വായിച്ചു. 200 രൂപ റീചാർജ് ചെയ്യാൻ പിതാവിന്റെ കയ്യിൽ ഒരു 200 രൂപയുടെ കുറവ് വന്നപ്പോ തന്റെ കയ്യിൽ ഇല്ല, നാളെ തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അത് കാത്തു നിൽക്കാതെ ആ പ്രിയപ്പെട്ട പെൺകുട്ടി ഈ ലോകത്ത് നിന്ന് യാത്രയായി. ആലോചിച്ച് നോക്കണേ, നമ്മുടെ മക്കളോട് ഇതിന്റെ ഗൗരവങ്ങളെയൊക്കെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ എല്ലാ സമയത്തും മക്കൾക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ നൽകിയല്ല വളർത്തേണ്ടത്. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവരെ വളർത്തേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരൊക്കെ സഹിച്ച പ്രയാസങ്ങൾ എത്രയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചവര് ജീവിച്ചു. ഒരൽപ്പം കപ്പക്ക് വേണ്ടി, കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ കൊതിച്ചിരുന്നു. ഇന്ന് നമുക്ക് മന്തിയും ബിരിയാണിയും അൽഫാമും അതുപോലെ എല്ലാവിധ പുതിയ പുതിയ ഭക്ഷണങ്ങൾ, പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ വന്നപ്പോ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതൊന്നും മതിയാകാതായി വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയൊക്കെ ഇതിന്റെ ഗൗരവങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ആത്മീയമായി തർബിയത്ത് നടത്തിയിട്ട് നല്ല രൂപത്തിലേക്ക് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യരുത്. ലെസ് കമ്പാരിസൺ മോർ ലിവിങ്. നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് കമ്പാരിസൺ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അവൻ പരാജയപ്പെടുകയില്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.